ഉറങ്ങണം ധരിച്ചു. പക്ഷേ കയ്യിലൊരു സിറിഞ്ച് ഇഞ്ചെക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു. അങ്ങനെ ഞങ്ങൾ 4:30 മണിക്ക് വന്ന് നേരെ മുറിയിൽ കയറി കഥ അടയ്ക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഏറ്റവും ഞെട്ടിക്കുന്നതും ഒരേ സമയം വേദനിപ്പിക്കുന്നതുമായ വാർത്തയായിരുന്നു യുവ ഡോക്ടറുടെ മരണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ PG ചെയ്യുകയും ഡ്യൂട്ടി ചെയ്യുകയും ചെയ്തിരുന്ന അഭിരാമി എന്ന യുവ ഡോക്ടറുടെ മരണമാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് വെറും 4 മാസം മാത്രമായ അഭിരാമി വെള്ളനാട് സ്വദേശിനിയാണ്. എന്നിരുന്നാലും വീട്ടിൽ നിന്ന് കോളേജിലേക്ക് ഒരുപാട് ദൂരമുള്ളതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിന് തൊട്ടടുത്തൊരു വീട്ടിൽ പെയിൻ ഗസ്റ്റായി നിൽക്കുകയായിരുന്നു അഭിരാമി. ആ വീട്ടിലെ ഉടമസ്ഥൻ പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെയും നെഞ്ചുനീറ്റുന്ന വേദനയിൽ കേൾക്കുന്നത്. അഭിരാമി വളരെ നല്ലൊരു കുട്ടിയായിരുന്നെന്ന് പറയുന്നു. അവസാന നിമിഷം, അതായത് കട്ടിലിൽ നിന്ന് അഭിരാമിയെ കാണുന്ന സമയം അഭിരാമിയുടെ കയ്യിൽ സിറിഞ്ച് കുത്തിവെച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുന്നു. അനസ്തേഷ്യ പോലെയുള്ള എന്തോ ഒരു പദാർത്ഥം ഉള്ളിലുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ എന്നും പോലീസ് പറഞ്ഞിരുന്നു. എന്നാൽ ഇവരൊക്കെ തന്നെയും ജനൽ പൊളിച്ചകത്ത് കയറുമ്പോൾ അഭിരാമിയുടെ കയ്യിലൊരു സിറിഞ്ച് ഉണ്ടായിരുന്നുവെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഇതിലൂടെ തന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നുവെന്നും അഭിരാമി ശരിക്കും എന്തോ മനോവിഷമത്തിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് തന്നെയാണ് എന്നും പറയുന്നുണ്ട്. ബോഡി കാണുന്നത് ശരിക്കും ഞാനും അടുത്തൊരു കുട്ടിയുണ്ട്, എൻ്റെ കൂട്ടി താമസിക്കുന്ന ഒരു ഡോക്ടർ കുട്ടിയുണ്ടായിരുന്നു. കുട്ടിയും എൻ്റെ വൈഫുമാണ് കാണുന്നത്. അഭിരാമിയുടെ അമ്മയാണ് വിളിച്ചത്. ഒരു 6:30 മണിയൊക്കെ ആയപ്പോഴേക്കും അമ്മ വിളിച്ചിട്ട് പറഞ്ഞതേപോലെ അഭിരാമിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, അതെന്താണെന്നൊന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ മേളിലത്തെ നിലയിരിക്കുകയായിരുന്നു. അപ്പോൾ വൈഫിനോട് പറഞ്ഞതേപോലെ അഭിരാമിയുടെ അമ്മയാണ് വിളിച്ചതും താഴെ പോയി നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അഭിരാമിയുടെ അമ്മയുടെ ഫോണ് വൈഫിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വൈഫ് താഴെ ഒന്ന് കഥ തട്ടിയിട്ട് കഥ തുറന്നില്ലായിരുന്നു. അങ്ങനെ എന്നെയും വിളിച്ചിട്ട് വന്നു. ഞാനും കൂടെ വന്ന് തട്ടിയിട്ട് തുറന്നില്ല. അങ്ങനെ പുറകുവശത്തൊരു ജനാലയുണ്ടായിരുന്നു, അതുവഴി പോയി നോക്കിയിട്ട് അകത്ത് വെളിച്ചമുണ്ടായിരുന്നു. പിന്നെ തട്ടിയിട്ടും തുറക്കാത്തതുകൊണ്ട് ഗ്ലാസ്സും തട്ടി പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് ഒരു ബെഡിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ആ സമയത്തൊക്കെയും ഉറങ്ങണം ധരിച്ചു. പക്ഷേ കയ്യിലൊരു സിറിഞ്ച് ഇഞ്ചെക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു. അങ്ങനെ ഞങ്ങൾ വന്ന് കഥ ചവിട്ടി പൊളിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ചെയ്തത്. ഏറെ നേരം കഴിഞ്ഞിട്ടും ശരിക്കും പറഞ്ഞാൽ 4:30-ക്കുള്ള ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന 6:30 വരെ 2 മണിക്കൂർ മുറിയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. 2 മണിക്കൂറിനുള്ളിൽ തന്നെ അഭിരാമി ആത്മഹത്യ ചെയ്യണമെന്നുള്ള വാശിയിലായിരുന്നു. വീട്ടിൽ അമ്മ വിളിച്ചിട്ടെടുത്തില്ല, ഭർത്താവ് വിളിച്ചിട്ടെടുത്തില്ല, ആര് വിളിച്ചിട്ടും എടുത്തില്ല. വീട്ടിൽ പോകേണ്ട ദിവസമാണ് അടുത്തു വരുന്നത്, എന്നിട്ട് വീട്ടിൽ പോകാൻ തയ്യാറായില്ല. ക്ഷീണിച്ച് വന്ന് കിടന്ന അഭിരാമിയെ വിളിക്കേണ്ട എന്ന് ഹൗസ് ഓണറും ഭാര്യയും തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ 6:30-യോടെ അഭിരാമിയുടെ അമ്മയുടെ വിളി വന്നു. അഭിരാമി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്നു. ഉടനടി അഭിരാമിയെ കാണാൻ ഈ ഉടമസ്ഥൻ്റെ ഭാര്യ താഴത്തെ മുറിയിലെത്തി തട്ടി. കതക് തുറക്കാത്തതിനെ തുടർന്ന് ഉടമസ്ഥനെ വിളിച്ചു. ഉടമസ്ഥനും മറ്റു പെൺകുട്ടികളും കൂടി വന്ന് വീണ്ടും കതകൾ തട്ടി. അവസാനം പുറകുവശത്തെ ജനൽ കമ്പിയിൽ പോയി നോക്കിയപ്പോൾ ഒരാൾ കിടക്കുന്നത് പോലെ കാണാൻ സാധിക്കുന്നു. ഉറങ്ങിപ്പോയതാണോ എന്നുള്ളതായിരുന്നു സംശയം. അങ്ങനെ ജനലിൻ്റെ ചില്ലൊന്ന് പൊട്ടിച്ചു. അങ്ങനെ അകത്തേക്ക് നോക്കിയപ്പോൾ കയ്യിലൊരു സിറിഞ്ച് കണ്ടു. അങ്ങനെയാണ് വാതിൽ ചവിട്ടിപ്പൊളിച്ചതും എല്ലാം നോക്കിയതുമെല്ലാം. അപ്പോഴേക്കും മരിച്ചിരുന്നു. അനസ്തേഷ്യയുടെ ഡോസ് കൂടിയതാണ് എന്ന് തന്നെയാണ് സംശയം. എന്തിനായിരിക്കും അനസ്തേഷ്യ എടുത്തിട്ടുണ്ടാവുക എന്നതും മറ്റൊരു ചിന്തയാണ്. അഭിരാമി ഒറ്റയ്ക്കാണ് മുറിയിൽ താമസിക്കുന്നത്. മറ്റ് കുട്ടി ഡോക്ടർ ഉണ്ടെങ്കിൽ പോലും അവർ 3 മാസമായി മറ്റൊരാവശ്യത്തിന് പോയിരിക്കുകയാണ്. അഭിരാമി ഒറ്റയ്ക്കായതുകൊണ്ട് പോലെയാണോ തോന്നിയതെന്നും അത് അറിയില്ല എന്നുമൊക്കെ നിരവധി പേരാണ് ഈ വാർത്തയെക്കുറിച്ച് പറയുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.